മൂന്ന് ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതിതീവ്ര മഴ പെയ്തേക്കുമെന്നതാണ് റെഡ് അലർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മൂന്ന് ജില്ലകളിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനടക്കം വിലക്കുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാനും ശ്രദ്ധിക്കാനും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രമിക്കുക. എപ്പോഴും പറയുന്നതാണ്, പുറത്തിറങ്ങുമ്പോൾ കുടയെടുക്കാൻ മറക്കണ്ട, ബൈക്കിലാണെങ്കിൽ കോട്ട് എടുക്കാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ജലാശയങ്ങളിലൊന്നും ഇറങ്ങാനൊന്നും ആരും നിൽക്കണ്ട. കാരണം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഏത് നിമിഷവും മലവെള്ളമൊക്കെ പുഴകളിലൂടെയൊക്കെ ഒഴുകിയെത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പുഴകളിലും തോടുകളിലുമൊക്കെ ഇറങ്ങുന്നത് മാറ്റിവെക്കുക. നമുക്ക് സമഗ്രമായ വിവരങ്ങളിലേക്ക് പോകാം. ആദ്യം കോഴിക്കോട്ടേക്ക്, ചേതനിലേക്ക് നോക്കാം. കോഴിക്കോട് റെഡ് അലർട്ടിനനുസരിച്ചുള്ള മഴ പെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, ഗുഡ് മോർണിംഗ് ചേതൻ. അതാ മഴ പെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കുടയും ചൂടി ചേതൻ നിൽക്കുകയാണ്. അപ്പോൾ കുടയും ചൂടി നിൽക്കുന്ന ചേതന് മഴയിൽ കുതിർന്നൊരു ഗുഡ് മോർണിംഗ്. രാത്രി മുഴുവൻ മഴയായിരുന്നോ? വെരി ഗുഡ് മോർണിംഗ്. കാലാവസ്ഥ സംബന്ധിച്ച് വളരെ അനുകൂലമായ കാര്യമല്ല പറയാൻ സാധിക്കുന്നത്. അതിഗംഭീര മഴയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എങ്ങാട്, പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ പെയ്യുന്നത്. രാത്രി മഴ മാറി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഇടപെട്ട് ദൈർഘ്യം കുറഞ്ഞ, ശക്തി കുറഞ്ഞ, വീര്യം കുറഞ്ഞ മഴ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അല്പം മുമ്പ് ഒരു 6 മണിക്കൊക്കെ മഴ തീരെയില്ലായിരുന്നു. 6:10 മഴ ഇപ്പോൾ നഗരത്തിൽ ആരംഭിച്ചത്. ഇപ്പോൾ ശക്തി കൂടി ഗംഭീര മഴയായി ഇപ്പോൾ പെയ്തു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പെരുമഴക്കാലം സിനിമയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമയിലെ സീനുകൾ, മഴ പെയ്യുന്ന ആ സീനുകളൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ഇന്ന് സ്കൂൾ അവധി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. PSC പരീക്ഷകൾ, മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ മാത്രം നടക്കും, മാറ്റമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങൾക്കും, ട്യൂഷൻ സെൻ്റർ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ന് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യവുമുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമാണ് പറയാനുള്ളത്. മറ്റുള്ളവർ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നഗരത്തിലൂടെ നടക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഒരുപക്ഷെ അത് വലിയൊരു ഗർത്തമൊക്കെ ഉണ്ടാവാം. ഈ മഴവെള്ളം നിറഞ്ഞ് അത് കാണാമറിയത്തായിരിക്കും. അതുകൊണ്ട് പ്രത്യേക വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിലൂടെ നടക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ മഴയത്ത് നമുക്ക് ഈ സിനിമാ ഡയലോഗൊക്കെ പോലെ മഴ, ജോൺസൺ മാഷ് കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കാമെങ്കിലും ഒരു ജനവിഭാഗം വലിയ രീതിയിലുള്ള കെടുതി അനുഭവിക്കുന്നുണ്ട്. അപ്പം മറ്റാരുമല്ല, ചെറുകിട വ്യാപാരികളാണ്, ചെറുകിട കച്ചവടക്കാരാണ് ഈ മഴയത്ത് ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്നത്. കാരണം കച്ചവടം കുറയും, ജനങ്ങൾ ആവശ്യകാര്യങ്ങൾക്ക് മാത്രമേ നഗരത്തിലേക്കൊക്കെ ഇറങ്ങൂ. സ്വാഭാവികമായും ചെറുകിട കച്ചവടക്കാർ അവിടെ കച്ചവടമൊക്കെ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് എന്ന കാര്യമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. മറ്റൊന്ന്, ജാഗ്രതാ നിർദ്ദേശമുള്ളത് ഷിഗല രോഗമാണ്. 2 ദിവസം മുമ്പ് നമ്മൾ വാർത്ത നൽകിയതാണ്. ഒരു കൊച്ചുകുട്ടി, അന്നശ്ശേരിയിലെ ഒരു കൊച്ചുകുട്ടി മരിച്ച വാർത്തയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കുട്ടികളും ഈ മഴക്കാലത്ത് ജാഗ്രത പുലർത്തണം. ഈ ഷിഗല രോഗമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ഈ ദഹന വ്യവസ്ഥയൊക്കെ വല്ലാതെ ബാധിക്കുന്ന കുട്ടികൾക്കാണ് ഈ രോഗം പൊതുവെ മാരകമായി തീരുന്നത്. അപ്പോൾ ഈ മോശമായ ആഹാരങ്ങൾ, അതുപോലെ തന്നെ ഈ ശുചിത്വമില്ലാത്ത വെള്ളം, അതൊക്കെ കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ തന്നെ കുട്ടികളും മുതിർന്നവരും ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ എടുത്തു പറയാനുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ ആവർത്തിച്ച എപ്പോഴും എല്ലാ ലൈവിലും തന്നെ എത്ര വട്ടം കേട്ടിട്ടുണ്ടാവും, ഈ പുഴയിൽ വിദ്യാർത്ഥികൾ ഇറങ്ങരുത് എന്ന കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഓരോ മഴക്കാലം ആകുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഇത്തരത്തിൽ പുഴയിൽ വീണ് വിദ്യാർത്ഥികൾ മരിക്കുന്ന വാർത്ത നൽകാൻ ഇടവരരുത് എന്ന കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യവും അത് സംഭവിച്ചു. 2 ദിവസം മുമ്പ് മനുവിന് ഓർമ്മയുണ്ടാവും, കുറ്റ്യാടി പുഴയിൽ അമ്മയും 7 വയസ്സുള്ള കുഞ്ഞും വീണ് അപകടം സംഭവിച്ചു. കുഞ്ഞാണ്, അമ്മ തുണി അലക്കാൻ വേണ്ടി കുറ്റ്യാടി പുഴയുടെ തീരത്തേക്ക് പോയതായിരുന്നു. എന്നാൽ മകൻ പുഴയിലേക്ക് എടുത്തു ചാടുകയും മകൻ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. അമ്മ ഇത് കണ്ട് ഫാർമസിസ്റ്റായ രമ്യ പുഴയിലേക്ക് എടുത്തു ചാടി മകനെ രക്ഷിക്കാൻ വേണ്ടി. 2 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് ഇവരെ രക്ഷിച്ചത്. അമ്മയെ ഉടൻ തന്നെ കിട്ടി. എന്നാൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ മകൻ്റെ മൃതദേഹം
കിട്ടിയത്. ഏതായാലും ഈ മഴയത്ത് അത് ഒരു തീരാ നോവായി മനസ്സിലുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഈ പുഴയിൽ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ശാന്തമാണെന്ന് കരുതി നമ്മുടെ തൊട്ട് സമീപമുള്ള മലയുടെ മുകളിലൊന്നും അതായിരിക്കില്ല, കനത്ത മഴയായിരിക്കും. അപ്പോൾ ആ മഴവെള്ളം പെട്ടെന്നായിരിക്കും ഇരച്ചിറങ്ങി പുഴയിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ എത്രയോ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ശാന്തമായ പുഴ പെട്ടെന്ന് കരകവിഞ്ഞൊഴുകുന്ന, നിമിഷങ്ങൾ നേരം കൊണ്ട് കരകവിഞ്ഞ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും മുതിർന്നവരും അത് മനസ്സിലുണ്ടാവണം. ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. എന്നാൽ മനു ഇപ്പോൾ പറയാനുള്ളത്, മഴയുടെ ശക്തി ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം അനുസരിക്കുക. മനു, തീർച്ചയായും ചേതൻ, ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട് ചേതൻ. ഇപ്പോൾ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ചേതൻ പറഞ്ഞതനുസരിച്ച് മലയോര മേഖലകളിലും വലിയ മഴ പെയ്യുകയാണ്. വിലങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ, അവിടുത്തെ മുന്നനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ആ മേഖലകളിലൊക്കെ, മലയോര മേഖലകളിലടക്കം നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? അത്യാവശ്യം വേണ്ടി വന്നാൽ ക്യാമ്പുകളടക്കം തുറക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ മുൻകരുതൽ എന്ന നിലയിൽ? മനു, ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ജില്ലാ ഭരണകൂടം അക്കാര്യത്തിലൊക്കെ ഉചിതമായ നടപടി കൈക്കൊണ്ടു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മനു, വിലങ്ങാടിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. അതായത് 2 ദിവസം വിലങ്ങാടുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ വാർത്ത പരന്നിരുന്നു. ഈ വിലങ്ങാട് പുഴ കര കവിഞ്ഞ് അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണെന്നുള്ള വാർത്ത പരന്നിരുന്നു. എന്നാൽ വിലങ്ങാടിലെ ജനങ്ങൾ തന്നെ ആ വാർത്ത പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ വിലങ്ങാടിൻ്റെ പുഴയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച ഈ പുഴയുടെ വെള്ളം ഇത്ര മാത്രമേ ആയിട്ടുള്ളൂ, നിങ്ങൾ വ്യാജ വാർത്ത കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കരുത് എന്ന കാര്യം അവൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ കാര്യമാണ്. ഏതായാലും മനു, മഴയുടെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. പുഴയൊക്കെ പതുക്കെ കരകവിഞ്ഞ് കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഡാമുകളുടെ ഷട്ടറൊക്കെ തുറക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. വേണ്ടി വന്നാൽ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള, സ്കൂളുകളിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടിയായി ആലോചിക്കുന്നുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മഴ ഇത്തരത്തിൽ ശക്തി പ്രാപിക്കുന്നതോടുകൂടി തീർച്ചയായും ഭാവിയിൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ കിടന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും മനു, മഴക്കാലമാണ്. എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് പരമാവധി പാലിക്കുക. മനു, ഓക്കെ, താങ്ക് യു ചേതൻ. ചേതനാണ് ഈ കനത്ത മഴയത്ത് നിന്ന് നമ്മളോട് തത്സമയം സംസാരിച്ചത്. വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ ശക്തി കൂടും, ചില സമയങ്ങളിൽ ശക്തി കുറയും. ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്തിറങ്ങുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ മഴക്കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് വലിയ അപകടം വിതയ്ക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേതൻ പറഞ്ഞതുപോലെ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കുക.